കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 11 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. എനിക്കറിയാം കുറച്ചധികം താമസിച്ചു നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടാനായിട്ട്. വേറൊന്നും കൊണ്ടല്ല, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു വെക്കേഷനിലായിരുന്നു. ഇത് ഇപ്പോഴാണ് ഒന്ന് തിരിച്ചെത്തിയത്. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കോട്ടപ്പായത്. ഇനി എന്തായാലും നമ്മൾ പഴയ പോലെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. സോ ഒന്ന് നമ്മുടെ പേജിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ സിഡ്രീന ഒരു വിട്രൻ സോൾജർ കൊല്ലാനായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ആ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവളാട്ടെ അത് ഡോട്ട് ചെയ്ത് മാറിയിട്ട് തിരിച്ച് നല്ലൊരു അറ്റാക്ക് ചെയ്ത് അവനെ തേറിപ്പിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്ന് സന്തോഷിക്കുകയും ചെയ്യും. കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ആർത്തർ എന്തൊക്കെ അവളുടെ നേരെ പറയുന്നുണ്ട്. പക്ഷേ നല്ല ദൂരത്തായതുകൊണ്ട് തന്നെ ആർത്തർ പറഞ്ഞത് എന്താണെന്ന് അവൾക്ക് ക്ലിയർ ആയില്ല. പെട്ടെന്നാണ് അവളൊന്ന് തിരിഞ്ഞു നോക്കിയ അടുത്ത സെക്കൻഡ് തന്നെ ഒരറ്റക്ക് അവളുടെ നെഞ്ചത്തൂടെ തുളഞ്ഞു കയറി. സെഡ്രി എന്ന് പറഞ്ഞുകൊണ്ട് ജോഷ് പെട്ടെന്ന് അവിടേക്ക് ഓടി വരുന്നുണ്ട്. അവൻ്റെ കൺട്രോൾ തന്നെ പോയിട്ടുണ്ട്. ഇല്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ എടുത്ത് അവൻ്റെ മടിയിൽ വെച്ചിരിക്കുവാണ്. ഈ സമയത്ത് തന്നെ രണ്ടുപേര് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിൽ ആർത്തർ അവിടേക്ക് വന്ന് അവരെ എല്ലാവരെയും കൊല്ലുന്നുണ്ട്. ഇഡിയറ്റ്, നീ ഇതെന്ത് ചെയ്യുവാണ്? നീ ഒരു യുദ്ധത്തിലാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? നിനക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതല്ലേ? സെഡ്രി, നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ പേടിക്കണ്ട കേട്ടോ, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ആ ടൈമിൽ തന്നെ അവരെ തേടി ഒരു അറ്റാക്ക് വന്നിരുന്നു. ആർത്തറാട്ടെ ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്തിട്ട് പറയും ചെയ്യും, ഡാമിറ്റ് ജോണ, നീ കംപ്ലീറ്റ്ലി ഔട്ടായിരിക്കുവാണല്ലോ. അവർ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്. ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ ഇനി അവനെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ടൈമിൽ ആർത്തറിന് നേരത്തെ ജോഷിയുടെ അതേപോലെ സെഡ്രിയുടെ ആ ഒരു ഓർമ്മകൾ വരെയും ആർത്തറിന് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ കഴുത്തിന് പുറകിൽ ചെറിയൊരു അറ്റാക്ക് ചെയ്ത് അവൻ്റെ ബോധം കളഞ്ഞ് അവരെ രണ്ടുപേരെയും ആർത്തർ എടുത്ത് പൊക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നിരവധി അറ്റാക്സ് ആർത്തറിന് നേരെ വരുന്നുണ്ട്. എന്നാൽ അവനാട്ടെ തൻ്റെ വിൻ പവർ യൂസ് ചെയ്തുകൊണ്ട് അതെല്ലാം ബ്ലോക്കും ചെയ്തുകൊണ്ട് അവരെയൊക്കെ കളഞ്ഞുകൊണ്ട് നേരെ മുന്നിലേക്ക് പോകുവാണ്. ഈ സമയത്ത് തന്നെ വിട്രയുടെ 2-3 ആർച്ചേഴ്സ് പറയുന്നുണ്ട് അവനെന്തായാലും ഇപ്പോൾ ഇനി ഡോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആർത്തർ തൻ്റെ സ്റ്റാറ്റിക് ബോർഡ് എന്ന് പറഞ്ഞ പവർ യൂസ് ചെയ്യും. എങ്കിലും ആരോ നമ്മുടെ ആർത്തറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് സ്റ്റോപ്പ് ആകുകയും ആ ഒരു അറ്റാക്ക് കംപ്ലീറ്റ്ലി കൊണ്ട പോലെയാണ് അവർക്ക് തോന്നിയത്. പക്ഷേ ആർത്തർ അത് കടിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ അവർ ചോദിക്കുന്നുണ്ട് ഇവനെങ്ങനെ? പിന്നെ കാണിക്കുന്നത് നമ്മുടെ കുക്കിനെയാണ്. അവിടെയുള്ളവരൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ടൈമിൽ ആർത്തറിനെ കണ്ടവൾ ശരിക്കും ഞെട്ടി. ആർത്തർ, അതെന്ത് സംഭവിച്ചു? തൽക്കാലത്തേക്ക് ഇവർ രണ്ടുപേരും ഒന്ന് നോക്ക്, അതേപോലെ തന്നെ ജോണനെ ഒന്ന് നോക്കണം. ഈ ടൈമിലാണ് അവൻ ആർത്തറിൻ്റെ കാലിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ അവളെ രക്ഷിക്കഴിഞ്ഞത്? നിനക്ക് എന്നെ രക്ഷിച്ചതുപോലെ തന്നെ അവളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നല്ലോ. എനിക്ക് ഈ യുദ്ധത്തിലുള്ള എല്ലാ സോൾജേഴ്സിനെയും രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കള്ളം, അത് പച്ച കള്ളമല്ലേ? നിനക്ക് വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് രക്ഷിക്കായിരുന്നല്ലോ. നീ ഒരു ലാൻസ് അല്ലേ? ഒരു സെക്കൻഡേക്ക് ആ ഒരു ആരോ മിഡ് എയറിൽ സ്റ്റോപ്പ് ആവുന്നത് ഞാൻ കണ്ടതാണ്. നിനക്ക് വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ. പെട്ടെന്ന് ആർത്തർ അവൻ്റെ കയ്യിൽ നിന്ന് കാൽ തട്ട് മാറ്റിയിട്ട് മുന്നിലേക്ക് നടന്നിട്ട് പറയുകയും ചെയ്യും, എൻ്റെ പ്രയോറിറ്റി ഇവിടെയുള്ള സോൾജേഴ്സിനെ രക്ഷിക്കുന്നതല്ല, പകരം ഈ കൺട്രീനെ തന്നെ രക്ഷിക്കുന്നതാണ്. അല്ല, അതങ്ങനെയല്ല സെഡ്രി. നിനക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, പക്ഷെ സെഡ്രി ഇപ്പോൾ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അവളൊരിക്കലും താങ്കളൊരു സോൾജർ ആയിട്ടല്ലേ കാണുന്നത്. ജനറൽ, താങ്കൾക്ക് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ആർത്തർ വന്ന് അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് പറയും ചെയ്യും, ജോണ, എന്നോട് ക്ഷമിക്ക്, നിന്റെ ഫ്രണ്ടിനെ പറ്റി എന്നോട് ക്ഷമിക്ക്. പക്ഷേ ഇത് അങ്ങനെയുള്ള ടൈമല്ല, ഇതൊരു യുദ്ധമാണ്. നമ്മുടെ എനിമീസ് നമ്മളെക്കാട്ട് 10 മടങ്ങ് സ്ട്രോങ്ങറാണ്. നിനക്കൊന്ന് വിചാരിക്കാൻ പോലും പറ്റുന്നുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ അഡ്വഞ്ചറിനെ ഞാൻ രക്ഷിക്കാനായിട്ട് എന്തുമാത്രം എനർജി ഞാൻ സേവ് ചെയ്യേണ്ടി വരും. ഇവിടെയുള്ള ഓരോരുത്തരെ ഞാൻ രക്ഷിക്കണോ? എനിമീസ് വീണ്ടും ഒരു മൗണ്ടൻ പോലെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ കുഞ്ഞിലെ അവൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ഞാനത് ചെയ്യാൻ കൂടെ പോകുമായിരുന്നു. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ നിർത്ത് അവളെ മാരേജ് ചെയ്യുമെന്ന് പറയാൻ പോകുമായിരുന്നു. ആർത്തർ, നീ ഇവിടുന്ന് പോക്കോ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തർ അവിടുന്ന് നടന്നു പോകുന്നതാണ്. അവൻ വീണ്ടും ആ യുദ്ധക്കളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്നാണ് ആ ഒരു സൗണ്ട് അവൻ കേൾക്കുന്നത്. വാൻസി, നിന്നെ കണ്ടിട്ട് ആകെപ്പാട് നശിച്ചിരിക്കുവാണല്ലോ. അതുകൊള്ളാം, ഒരു പെണ്ണിനോട് അത് യുദ്ധത്തിൻ്റെ ടൈമിൽ പറയേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. പെട്ടെന്നാണ് നമ്മുടെ സിൽവി ആർത്തറിനോട് പറയുന്നത്, ആർത്തർ, ഞാൻ തിരിച്ചു വരുവാണ്. എന്തു പറ്റി? എന്തോ ഒന്ന് നിന്റെ നേരെ വരുന്നുണ്ട്. അതിൻ്റെ ആർത്തർ അത് ശരിക്കും സ്ട്രോങ്ങറാണെന്ന് പറയുന്ന നേരത്ത് ആർത്തറിനും അത് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. ആർത്തർ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ യുദ്ധം മറ്റെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം.
മറ്റെവിടെയെങ്കിലേക്കോ? നീ എന്താണ് പറഞ്ഞത്? റിട്രീറ്റ് ചെയ്യാനായിട്ടാണോ? അവർ വലിയ കുഴപ്പമൊന്നുമില്ല, ലോങ് റേഞ്ച് കോൺജേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ടീമുമായിട്ട് നമുക്ക് അവർക്ക് പിടിച്ച് നിൽക്കാൻ സാധിക്കും, വലിയ കുഴപ്പമില്ല. അതല്ല, ആരോ ഒരാൾ ഇവിടേക്ക് വരുന്നുണ്ട്. എൻ്റെ അത്ര എന്തിനാ സ്ട്രോങ്ങർ അല്ല, പ്രൊബബിളി എന്നെക്കാട്ടും സ്ട്രോങ്ങർ ആയിട്ടിരിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്രോസ് വയറിൽ നിങ്ങളാരും പേടാൻ പാടില്ല. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോകണം. നിങ്ങളുടെ ക്രോസ് വയറോ? അതെ, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണം അത് നോക്കാനായിട്ട്. പല മീനിങ്ലെസ് ആയിട്ടുള്ള ഡെത്ത്സും നമുക്കിവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ടൈമിൽ തന്നെ ആൾ പറയും കോപ്പ്, എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് ജീവനോടെ തിരിച്ചു വന്നേക്കണം. ഇനി എങ്ങാനും വന്നില്ലെങ്കിൽ ഞാൻ തന്നെ നരകത്തിലേക്ക് വന്ന് നിന്നെ കൊല്ലുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവളുടെ ബോണ്ടിൻ്റെ മേലിൽ കയറിയിട്ട് ഡിക്കറ്റൻ യൂണിറ്റ്സ് ഇവിടുന്ന് റിട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളിവിടുന്ന് പോകുന്നുണ്ട്. ഈ ടൈമിൽ ഇത് കേൾക്കുന്ന അവൻ പറയും ക്യാപ്റ്റൻ, അതെ റിട്രീറ്റ് ചെയ്യാം, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് തന്നെ ആർത്തർ ആലോചിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ആലക്രഡ് സോൾജേഴ്സ് ശരിക്കും വലിയ പ്രശ്നമില്ല. വാൻസിക്കും ക്യാപ്റ്റൻ ഔഡറിൻ്റെ ഡിവിഷനും അത് ചെയ്യാൻ സാധിക്കും. പിന്നെ കാണിക്കുന്നത് അവൻ ആ കാട്ടിലേക്ക് ഓടുന്നതാണ്. ഈ സമയത്ത് തന്നെ അവൻ സിൽവിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും. സിൽവി, നീ ഇവിടെ ഉണ്ടോ? നീ എന്താണൊന്നും മിണ്ടാത്തത്? നീ അടുത്താണോ? അവൾ അടുത്താണെന്ന് തോന്നുന്നു, അതാണ് ഒന്നും മിണ്ടാത്തത്. അല്ലെങ്കിൽ അവൾ എന്നെ ഇഗ്നോർ ചെയ്യുന്നതല്ലെന്ന് പറയുന്ന നേരത്താണ് ആ ഒരു സൗണ്ട് ആർത്തർ കേൾക്കുന്നത്. നീ ശരിക്കും ക്യൂട്ടാണല്ലോ, എന്തുപറ്റി? നിനക്ക് വഴി തെറ്റിപ്പോയോ? പെട്ടെന്ന് ആർത്തർ തൻ്റെ റെയിൻ ഹാർട്ട് ഫോമിലേക്ക് മാറി. അതുകൊള്ളാം, നീ ഇപ്പം എന്നെ കണ്ടുപിടിക്കാൻ നോക്കുവാണോ? നിനക്ക് ഷാർപ്പായിട്ടുള്ള ഐസ് ഉണ്ട് കേട്ടോ. എങ്കിൽ ഒന്ന് ഗസ്റ്റ് ചെയ്, ഞാൻ എവിടെയാണെന്ന്. ദേ, ഞാൻ ഇവിടെയുണ്ട്. അതോ ഞാൻ ഇവിടെയാണോ? അല്ലെങ്കിൽ ഞാൻ ദേ ഇവിടെ കാണും കേട്ടോ. ചിലപ്പോൾ ഞാൻ ദേ നിൻ്റെ എന്ന് പറഞ്ഞ് അവൻ്റെ തൊട്ട് പുറകിൽ വന്നിട്ട് ആർത്തൻ്റെ കഴുത്തിൽ കയറി പിടിച്ചിട്ട് പറയുകയും ചെയ്യും, ഞാൻ ദേ ഇവിടെ തന്നെയുണ്ട്. നീ ശരിക്കും ഒരു ഹാൻഡ്സമായിട്ടുള്ള യങ് ബോയ് ആണല്ലോ. അത് കഴിഞ്ഞ് അവൾ നേരെ അവളുടെ കൈ ആർത്തൻ്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി ഒരു പോയ്സൺ എന്തോ അവളുടെ നേരെ വിടുന്നുണ്ട്. പക്ഷേ ആർത്തറെ കറക്റ്റ് ടൈമിൽ അവളുടെ കയ്യിൽ കയറി പിടിച്ച് കംപ്ലീറ്റ്ലി അത് തണുപ്പിക്കുകയും അതുകൊണ്ട് തന്നെ അവൾ നേരെ ആർത്തന്നെ വലിച്ച് താഴത്തേക്ക് എറിയുകയും ചെയ്യും. നീ ഒരു ചെറിയൊരു പപ്പിയാണെങ്കിലും നീ എന്നെ കടിക്കാൻ നോക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവളുടെ പോയ്സണിലായിട്ട് തന്നെ അവളുടെ കൈ ഇട്ടിട്ട് പറയുകയും ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നിന്നെ കുറച്ച് ട്രെയിൻ ചെയ്യാനുണ്ട്. അല്ല, നിന്റെ പേരെന്താണ് ഡിയർ? എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സായിട്ട് സംസാരിക്കലെന്ന്, പ്രത്യേകിച്ച് നിന്നെ പോലെയുള്ളത്. ഓ അങ്ങനെയാണോ? എങ്കിൽ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് കഴിയുന്നത് നീ തനിയെ പറഞ്ഞോളൂ. അത് മാത്രമല്ല, നിനക്ക് ഞാനൊരു ചാൻസും കൂടെ തരാൻ പോകുവാണ്. ഈ സുന്ദരിയായ എൻ്റെ ഒരു അടിമയാകാൻ നിനക്ക് താല്പര്യമുണ്ടോ? എന്നോട് ക്ഷമിക്കുക, പക്ഷേ അത് ഞാൻ റിഫ്യൂസ് ചെയ്യുവാണ്. അതുകൊള്ളാം, ഒരടിമയ്ക്ക് ഒരിക്കലും അത് റിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആർത്തറാട്ടെ ആ അറ്റാക്സ് ഒക്കെ ഡോഡ് ചെയ്യുന്നുണ്ട്. നീ ഒട്ടും നിസാരക്കാരനല്ല, നീ കുറച്ച് സ്പെഷ്യൽ ആണല്ലേ. ആ സമയത്ത് ആർത്തർ കുറച്ചധികം അറ്റാക്സ് അവളുടെ നേരെ വിടുകയും ചെയ്യും. ഇവളൊരു റിട്ടൈനറാണോ അതൊരു സിന്ധിയാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ ആർത്തറിൻ്റെ ഒരു അറ്റാക്ക് പോലും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നില്ലായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാനിവിടെ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വർഷങ്ങളോളം ഞാനവിടെ ട്രെയിൻ ചെയ്തത് ഇതിനു വേണ്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കുറേയധികം അറ്റാക്സ് ആർത്തറിൻ്റെ നേരെ വരുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ആർത്തർ നേരെ മുന്നിലേക്ക് പോയി അവളുടെ തൊട്ടടുത്തെത്തി ആബ്സൊല്യൂട്ട് സീറോ എന്ന പവർ യൂസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സെക്കൻഡിൽ പെട്ടെന്ന് കുറച്ചധികം എന്തോ ഒരു സ്മോക്ക് പോലെ അവൾ സാധനം പുറത്തേക്ക് വിടുകയും ആർത്തറാട്ടെ ഡോഡ് ചെയ്ത് ബാക്കിലേക്ക് വീഴുകയും ചെയ്യും. ഈ സമയത്ത് അവൾ പറയുകയും ചെയ്യും, നീ കുറച്ചുകൂടെ കഷ്ടപ്പെടേണ്ടി വരും എൻ്റെ കുട്ടാ. അത് ശരിക്കും ടോക്സിക്കാണ്, എനിക്കിവിടെ ശ്വസിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ റൂയിൻസും സിൽവയുടെ വില്ലും എല്ലാം ശരിക്കും റണ്ണൗട്ടാണ് മാനയും. എന്നിട്ട് ആർത്തർ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവൻ്റെ ചുറ്റിനുള്ള എയർ മാത്രം ഒന്ന് പ്യൂരിഫൈ ചെയ്യും. എന്തായാലും ഇതൊരു ലൈഫ് ആൻഡ് ഡെത്ത് ബാറ്റിൽ തന്നെയാണെന്ന് എനിക്ക് പറയുന്നുണ്ട്. സോ ഇവിടെ വേണം ഞാൻ കുറച്ചുകൂടെ ബ്രൈറ്ററായിട്ട് തിളങ്ങാനായിട്ട്. എൻ്റെ സ്ട്രെങ്ത് ഫുള്ളി ഞാനവിടെ യൂസ് ചെയ്യണമെന്നുണ്ട്. അവൻ നേരെ തൻ്റെ കണ്ണിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റിക് വോയിഡ് എന്ന് പറയുന്ന പവർ യൂസ് ചെയ്തുകൊണ്ട് അവളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് ആർത്തർ ശരിക്കും ഞെട്ടിയത്. ഈവൻ ഡോൺസ് ബാലഡ് ഇതൊരു ആശ്വാസ് ഫ്രോഡ് ചെയ്തതാണ്, എന്നിട്ട് പോലും ഇതിന് നന്നായിട്ട് ഡാമേജ് കിട്ടുന്നുണ്ടല്ലോ. പെട്ടെന്നാണ് അവൾ കരയാൻ തുടങ്ങിയത്. എൻ്റെ മാസ്ക് എനിക്ക് വേണം, എൻ്റെ മാസ്ക് എന്തെന്ന് പറഞ്ഞിട്ട് അവൾ ഭ്രാന്തിനെ പോലെ അലറാൻ തുടങ്ങി. എനിക്കത് തിരിച്ചു വേണം, എൻ്റെ മാസ്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അലറാൻ നിർത്ത് ആ കാർഡ് തന്നെ അവിടെ മുഴങ്ങുന്നുണ്ട്.
ഒരു തവണ കൂടെ സ്റ്റാറ്റിക് ബോഡി യൂസ് ചെയ്ത് ഇതെനിക്ക് അവളുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ കംപ്ലീറ്റ്ലി ഫ്രീസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് സ്റ്റാബ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആ ഒരു വെപ്പനിലൂടെ അവളുടെ പോയിസൺ പിടിച്ച് കയറാൻ തുടങ്ങി. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് എൻ്റെ മാനെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ മാന റിസോഴ്സും നിനക്ക് ശരിക്കും ഭാഗ്യമില്ല കൂട്ടാ. നീ എന്തായാലും എന്നെ ഈ ഒരു സ്ഥിതിയിൽ കണ്ടിരിക്കുന്നു. ഇനി നീ എൻ്റെ സ്ലേവ് ആകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ആർത്തറിൻ്റെ നേരെ അവൾ ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ഫ്രണ്ടിലാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്തിലാണ് മിറ പറഞ്ഞ വാക്കുകൾ ആർത്തറിന്റെ മനസ്സിലേക്ക് വന്നത്. ആ ഒരു ടെക്നിക്ക് ആർത്തർ വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നാൽ മറ്റൊരു മാർഗ്ഗമില്ലാതെ ബ്രസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ആ ഒരു അറ്റാക്ക് ആർത്തർ യൂസ് ചെയ്ത് അത് ഡോഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റൈറ്റ് സൈഡിൽ കൂടെ വന്ന് വീണ്ടും ആബ്സലൂട്ട് സീറോ യൂസ് ചെയ്ത് അവളുടെ കയ്യിൽ കയറി പിടിക്കുകയും അവളുടെ കൈ തന്നെ ഫ്രോസ് ചെയ്ത് കളയുകയും ചെയ്യും. എന്നാൽ മറ്റൊരു മാർഗ്ഗമില്ലാതെ അവളുടെ കൈ തന്നെ അറ്റാക്ക് ചെയ്ത് മുറിച്ച് കളയുന്നുണ്ട്. വളരെ മൈന്യൂട്ടുള്ള ഒരു സെക്കൻഡിലേക്കാണ് ആർത്തർ അവളുടെ കയ്യിൽ കയറി പിടിച്ചത്. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആർത്തറിൻ്റെ കയ്യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവനാട്ടെ ഫയർ യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി സീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് എത്ര ധൈര്യമായിട്ടാണ് ഒരു പെണ്ണിനോട് നീ അത് ചെയ്തത്? ഞാനൊരു റിട്ടേൺ സോൾജറാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ നിന്റെ നാക്ക് പിഴുതെറുക്കും. ഞാൻ നിന്നെ കൊല്ലും, ഏറ്റവും വേദനയോടെ കൂടെ. അത് മാത്രമല്ല, നിന്റെ ശരീരം മുഴുവൻ ഞാൻ മെൽറ്റ് ചെയ്യുന്നതായിരിക്കും. അത്രയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് ഒരു സിന്ധിനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ നിനക്കത് ചിന്തിക്കാൻ പോലെയുള്ള അർഹതയില്ല. സിന്ധിനോ ഞാൻ കാണിച്ചു തരാം. ലക്രയിലെ ഒരു റിട്ടേണറിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പതുക്കെ തിരിഞ്ഞ് ബാക്കിലേക്ക് ഓടൂ. ഈ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, ഇവളൊരു റിട്ടേണർ മാത്രമാണ്, എന്നിട്ടും ഇവൾ ഇത്രയധികം സ്ട്രോങ്ങർ ആണോ? എൻ്റെ മാന റിസോഴ്സ് ഇതിനു മുമ്പ് ഇത്രയധികം ലോയിലേക്ക് എത്തിയിട്ടില്ല. ഈവൻ എൻ്റെ റൂൺസ് വരെ ഡിം ചെയ്യാനായിട്ട് തുടങ്ങി. എനിക്കിത് അധിക നേരമൊന്നും കീപ്പപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇത് കംപ്ലീറ്റ്ലി പെട്ടെന്ന് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തർ തന്നെ ബ്ലാക്ക് ആൻഡ് പർപ്പിൾ ലൈറ്റിംഗ് ഉണ്ടല്ലോ അതങ്ങോട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് അവൾ ഹീൽ ചെയ്യാൻ നോക്കുന്ന നെക്സ്റ്റ് സെക്കൻഡ് ആർത്തർ ബ്രസ്റ്റ് സ്റ്റെപ്പ് യൂസ് ചെയ്ത് അവളുടെ തൊട്ട് ഫ്രണ്ടിൽ വരും. ഈ ടൈമിൽ അവൾ പറയും ചെയ്യും, വേണ്ട എൻ്റെ മുഖത്തൊന്നും ചെയ്യലെന്ന് പറയുന്നിടത്ത് ആർത്തർ അവിടെ നിന്ന് നേരെ ബാക്കിലേക്ക് വന്ന് അവൻ്റെ സോഡ് എടുത്ത് നീക്കിയിട്ട് ആ സോഡിലേക്ക് ആ ഒരു പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവളെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇലക്ട്രിഫൈ ചെയ്യുന്നുണ്ട്. മരിക്കെന്ന് പറഞ്ഞാണ് ആർത്തർ അത് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് അവളത് തിരിഞ്ഞ് നോക്കിയിട്ട് ആർത്തറിനെ തൻ്റെ അറ്റാക്ക് യൂസ് ചെയ്ത് എടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. എനിക്കിനി എന്തായാലും ബ്രസ്റ്റ് സ്റ്റെപ്പ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കിനി മറ്റു മാർഗമില്ലെന്ന് പറയുന്നിടത്താണ് പെട്ടെന്ന് നമ്മുടെ സിൽവി അവിടേക്ക് വരുന്നത്. ആർത്തർ നീ ഓക്കെ അല്ലേ? സിൽവി അവളെ മേലേക്ക് എറിയാൻ നോക്ക്. ആർത്തർ അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു അറ്റാക്ക് അവളുടെ നേരെ വിടും. അതൊരു വിൻ ബേസ്ഡ് അറ്റാക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവൾ നേരെ മുകളിലേക്ക് തെറിച്ചു പോവുകയും ചെയ്യും. സിൽവി നേരെ അവളെ തൻ്റെ കൈ കൊണ്ട് പിടിക്കുകയും അവൾ കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആണ്. ഈ സമയത്ത് ആർത്തർ എന്തോന്ന് താഴെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തൻ്റെ അവസാനത്തെ മാന യൂസ് ചെയ്ത് ആർത്തർ ഐസ് യൂസ് ചെയ്ത് എന്തോന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാട്ടെ ഒരു കൂർത്ത ഒരു എലമെന്റ് പോലെ സംഭവമായിരുന്നു. അവളെ താഴത്തേക്ക് ഇടാൻ നോക്ക്. താഴത്തേക്ക് ഇടാനോ? അവളെ താഴത്തേക്ക് ഇട്ടാൽ പോരെന്ന് പറഞ്ഞിട്ട് സിൽവി തൻ്റെ ഫുൾ പവർ യൂസ് ചെയ്ത് അവളെ നേരെ താഴത്തേക്ക് എറിയുന്നുണ്ട്. അത് വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ ഉണ്ടാക്കുകയും ആർത്തർ തെറിച്ച് ദൂരത്ത് പോയി ഒരു മരത്തിലിടിച്ച് വീഴുകയും ചെയ്യും. പപ്പ ഓക്കെ അല്ലേ? പെട്ടെന്ന് സിൽവി ആർത്തൻ്റെ അടുത്തേക്ക് വരും. പപ്പയോ? അത് നീ വിളിച്ചിട്ട് കുറച്ചായില്ലെന്ന് പറയുന്നിടത്ത് ആർത്തന്റെ ബോധം പോകുന്നുണ്ട്. താഴ്ത്താട്ട് ഒരു വലിയൊരു കുഴിയും ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ആ ഒരു റിട്ടേണർ ഉണ്ടല്ലോ ആർത്തർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഐസിലേക്ക് കുത്തിയിറങ്ങി അവിടെ കിടന്നുകൊണ്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.